സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും തന്നെ വളരെ വിശദമായിട്ട് കുറിപ്പുകളിലൂടെ വരുമ്പോൾ ഇത് തന്നെയാണല്ലോ നമ്മുടെ ഉള്ളിലുള്ളതും നമ്മൾ മനസ്സിലാക്കിയതും ഇത് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് ആരാണ് എഴുതിയത് എന്നറിയില്ല. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത് വന്ന ഒരു കുറിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയ ആൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ കുറിച്ചിരിക്കുന്നത് കണ്ടു. എൻ്റെ ഒരു കുറിപ്പെടുത്തു, ആ കുറിപ്പ് ഓൺലൈൻ മീഡിയകൾ വാർത്തയാക്കി. പക്ഷെ അത് ആരാണ് എഴുതിയത് എന്ന് പറഞ്ഞില്ല. ഇത് ശരിക്കും ഇതിൻ്റെ സോഴ്സ് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഇനി ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്ന് ആരായാലും അങ്ങേക്കത് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാനിത് വായിക്കാം. ഇടതുമുന്നണിയുടെ ചരിത്ര പരാജയത്തിന് ചെറുതല്ലാത്ത പങ്കുവഹിച്ച ആണാണ് ഇയാൾ എന്ന് പറഞ്ഞ് വേടന്റെ ഒരു ചിത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പെൺകുട്ടിയുടെ തന്നെ ആരോപണത്തിൽ നിയമ നടപടി നേരിടുന്ന വേടൻ ജാമ്യത്തിലാണ്. നിയമവിരുദ്ധമായി പുലിനഖം അണിഞ്ഞ വ്യക്തി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് എന്ന് തുറന്നു പറഞ്ഞ വ്യക്തി, ഇങ്ങനെ ഒരാളെയാണ് മാതൃകാ വ്യക്തി എന്ന പേരിൽ CPM പൊക്കിപ്പിടിച്ച് നടന്നത്. ഇയാളുടെ വിവാഹ നിശ്ചയം പരസ്യപ്പെടുത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി, വിവാഹത്തിന് നേതൃത്വം നൽകിയതും ഗോവിന്ദൻ. ഇയാളുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തിന്റെ വോട്ട് കിട്ടുമെന്ന വ്യാമോഹമാണ് ഇങ്ങനെ ഒരാളെ CPM തോളിലേറ്റാൻ കാരണമായത്. ഇതിന് ജനം നൽകിയ ശിക്ഷ കൂടിയാണ് CPMന് കിട്ടിയത്. മലയാളികൾ വിഡ്ഢികളല്ല എന്ന സാക്ഷ്യപത്രം. എന്ത് മാതൃകയാണ് വേടൻ സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യം ഗോവിന്ദനും ശിങ്കിടികളും ജനങ്ങളോട് പറയും. ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. പിന്നീട് മലയാള സിനിമയിൽ അടക്കം ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച വേടന് നിരവധി ആരാധകരാണുള്ളത്. എന്തായാലും വേടനെ പൊക്കിപ്പിടിച്ച് നടന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ കണക്കറ്റ ഒരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും എഴുതിയ ആൾ ക്ഷമിക്കുക. അങ്ങയുടെ പേര് എനിക്ക് വിശദമായി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ പോസ്റ്റിന്റെ താഴെ അങ്ങയുടെ പേരോ അല്ലെങ്കിൽ ഒന്നും വെളിപ്പെടുത്താൻ സാധിക്കാത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ.